Come to Let's Learn. Today we can see different types of AV aids and ICT. Okay, so what are the uses of AV aids and ICT? These AV aids are also known as, all of these are known as instructional material. Instructional material എന്നാണ് അറിയപ്പെടുന്നത്. മീൻസ് നമ്മൾ ടീച്ചിങ്ങിൽ നമുക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നമുക്ക് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ AV aids എന്ന് പറയുന്നത്. ഓക്കെ, ICT നമ്മൾ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. നൗ ഓഡിയോ മീൻസ് hearing and visual means that which is found by seeing, by using our senses. And what is the main aim? എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? To make teaching and learning process interesting, engaging and effective. That is the main aim of using AV aids and ICT in the classrooms. Okay, now the types of teaching aids. What are the types? Different types. There are 3 different types of teaching aids. That is visual aids, audio visual aids, audio aids and audio visual aids. Okay, so first of all we can see the different types of AV aids. That is audio aids are those aids that, from that name itself you can understand, that involve the sense of hearing. നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മൾ എയ്ഡ്സ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എയ്ഡ്സിന് പറയുന്നതാണ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ റേഡിയോ, ടേപ്പ് റെക്കോർഡർ, ഗ്രാമഫോൺ എക്സെട്ര ഓഡിയോ എയ്ഡ്സ് ആണ്. നമ്മൾ ക്ലാസ്സിൽ റേഡിയോ ചെന്നാൽ നമുക്കങ്ങനെ ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പറ്റും ഒരു ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലായിട്ട്. അതുപോലെ ടേപ്പ് റെക്കോർഡർ, ഗ്രാമഫോൺ എക്സെട്ര അതൊക്കെ നമ്മൾ സാധാരണ ഓഡിയോ കേൾക്കാനല്ലേ പറ്റുള്ളൂ, അപ്പോൾ ഓഡിയോ എയ്ഡ്സ് ആണ്. നൗ visual aids. Visual aids means the aids which use sense of vision are called visual aids. Pretty simple. And then there are 2 types, projected aids and non-projected aids. അത് ഈ visual aidsലും ഉണ്ട്, AV aidsലും audio visual aidsലും ഉണ്ട്. ഓക്കെ, അതിലെങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ വിഷ്വൽ എയ്ഡ്സ് കാണാൻ പറ്റുന്ന സാധനങ്ങളല്ലേ, ആക്ച്വൽ ഒബ്ജക്ട്സ്, മോഡൽസ്, പിക്ചേഴ്സ്, ചാർട്ട്സ്, മാപ്സ്, ഫ്ലാഷ് കാർഡ്സ് എക്സെട്ര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിഷ്വൽ എയ്ഡ്സിൽ വരുന്നത്. അത് നമുക്ക് ഒരു ഡയഗ്രാം അതിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോക്കാം. ദെൻ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ദ എയ്ഡ്സ് വിച്ച് ഇൻവോൾവ് ബോത്ത് വിഷൻ ആൻഡ് ഹിയറിംഗ് ആസ് വെൽ, രണ്ടും കൂടിയുള്ള രീതിയിലുള്ള നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന എയ്ഡ്സിന് പറയുന്നതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഫോർ എക്സാമ്പിൾ ടെലിവിഷൻ, ഫിലിം പ്രൊജക്ടർ, കമ്പ്യൂട്ടർ, അതൊക്കെ എന്താണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. കേൾക്കാനും പറ്റും കാണാനും രണ്ടും കൂടി യൂസ് ചെയ്തുകൊണ്ട്, 2 സെൻസസ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന, അവർക്ക് അവരുടെ സെൻസസ് 2 ഓഡിയോ ആയിട്ടും വിഷ്വൽ ആയിട്ടും അവർക്ക് അപ്പീൽ വരുന്ന രീതിയിലുള്ള എയ്ഡ്സിന് പറയുന്നതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അതും 2 ടൈപ്സ് ഉണ്ട്, പ്രൊജക്റ്റഡ് എയ്ഡ്സ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ്. പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്ന മീൻസ് ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ വി ക്യാൻ സീ സം ഓഫ് ദ എക്സാമ്പിൾസ് ആൻഡ് ദെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ദിസ് ഈസ് എ പിക്ചറിയൽ ഡയഗ്രാം ഓഫ് പിക്ചർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. അതിൽ നോക്കൂ, ഓഡിയോ എയ്ഡ്സ് ഉണ്ട്, റേഡിയോ, ടേപ്പ് റെക്കോർഡർ, പബ്ലിക് അഡ്രസ് സിസ്റ്റം, ടെലിഫോൺ, ഇതൊക്കെയാണ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് വരിക. മീൻസ് ഇതിലേതെങ്കിലും ഒന്ന് തന്നിട്ട് അത് ഏത് ടൈപ്പ് ഓഫ് എയ്ഡാണ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ ഇതിൽ നിന്ന് ഓഡ് വൺ ഔട്ടായിട്ട് ചോദിക്കാം. മീൻസ് നമ്മളിപ്പം ഒരു ഗ്രൂപ്പ് തന്നിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ പെട്ട പ്രൊജക്റ്റഡ് എയ്ഡ്സിൽ നിന്നുള്ള കുറേ എണ്ണം തന്നു, എന്നിട്ട് അതിൽ നിന്ന് ഒരു നോൺ പ്രൊജക്റ്റഡ് എയ്ഡ് കൂടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് ചെയ്യാൻ നമുക്ക് ക്ലാസിഫൈ മീൻസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സെപ്പറേറ്റ് ആക്കി കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അല്ലാതെ ഇത് ഡിഫിക്കൽട്ടായിട്ടുള്ള ഭാഗമായിട്ടല്ല. ആൻഡ് ദെൻ ഓഡിയോ എയ്ഡ്സ്, അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കുമ്പോൾ ആ രീതിയിൽ തന്നെ പഠിച്ചു പോവുക. ആ ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഇതെല്ലാം കൂടി നമ്മൾ കാണാതെ പഠിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരിക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ച് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ റേഡിയോ, ടേപ്പ് റെക്കോർഡർ, പബ്ലിക് അഡ്രസ് സിസ്റ്റം, ടെലിഫോൺ, അതൊക്കെയാണ് ഓഡിയോ എയ്ഡ്സ്.
പിന്നെ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ വിഷ്വലിൽ തന്നെ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് എയ്ഡ്സ് ഉണ്ട്. പ്രൊജക്റ്റഡ്സ് നമുക്ക് എന്താണ്, അത് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള എയ്ഡ്സ് ആണ്, കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. നമ്മൾ എന്താണ് അത് പ്രത്യേകമായിട്ടുള്ള ഡിവൈസ് വെച്ചുകൊണ്ട് അതിനെ പ്രൊജക്ഷൻ ചെയ്തുകൊണ്ട് മീൻസ് നമുക്ക് വേറൊരു പ്രതലത്തിലേക്ക് അത് മീൻസ് ഒരു എന്താ പറയുക, ഇപ്പോൾ സ്ലൈഡ്സ് ആണെങ്കിലും ഫിലിം സ്ട്രിപ്സ് ആണെങ്കിലും ഒപ്പൈക് പ്രൊജക്ഷൻ ആണെങ്കിലും ഒക്കെ ഇങ്ങനെയാണ് അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുട്ടികളുടെ മുന്നിൽ പ്രൊജക്ടർ വെച്ചുകൊണ്ട് നമ്മളതിനെ എന്താണ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിന് പ്രൊജക്റ്റഡ് എയ്ഡ്സ് എന്ന് പറയുന്നത് വിഷ്വലായിട്ട്, അതിൽ ഓഡിയോയുടെ അതില്ല. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന കാര്യങ്ങൾ ഓഡിയോ കേൾക്കാനുള്ള യാതൊരു അപ്പീലും അതിലില്ല, കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലൈഡ്സ്, ഫിലിം സ്ട്രിപ്പ്, ഒപ്പേക്ക് പ്രൊജക്ഷൻ, ഓവർ ഹെഡ് പ്രൊജക്ഷൻ ഒക്കെ എങ്ങനെയാണ്, അതൊക്കെ ഓവർ ഹെഡ് പ്രൊജക്ടർ എന്ന് പറയുന്നത് ഉണ്ട്. പ്രൊജക്ടർ അത് ഇതിനൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ്. പക്ഷേ എന്താണ് ഈ ഓവർ ഹെഡ് പ്രൊജക്ഷനൊക്കെ വരുന്നത് നമ്മുടെ വിഷ്വൽ എയ്ഡ്സിലാണ്, അതിൽ പ്രൊജക്റ്റഡ് എന്ന് പറയുന്ന ഭാഗത്താണ് വരിക. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഇതിൽ നോൺ പ്രൊജക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയിനിലേക്ക് നമ്മൾ പ്രൊജക്ഷൻ ചെയ്തുകൊണ്ടല്ലാതെ നമുക്ക് കാണാൻ പറ്റുന്ന വിഷ്വൽ അപ്പീലിംഗ് ആയിട്ടുള്ള എയ്ഡ്സ് നമ്മൾ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതിൽ ചോക്ക് ബോർഡ് അതുപോലെ എന്താണ് ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് തന്നെ ബുള്ളറ്റിൻ ബോർഡ്, പിക്ചർ, ഫോട്ടോഗ്രാഫ്, ഫ്ലാനൽ ഗ്രാഫ്, ഫ്ലാഷ് കാർഡ്, ഫ്ലിപ്പ് ചാർട്ട്, പോസ്റ്റർ, മാപ്പ്, സ്പെസിമെൻ, മോഡൽ, ഡയറമൊക്കെ എന്താണ് ഇതൊക്കെ നോൺ പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സ് ആണ്. കാണാൻ പറ്റുന്ന അവർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള നോൺ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള എയ്ഡ്സ് ആണ്, വിഷ്വൽ എയ്ഡ്സ് ആണ് നമ്മൾ ഈ പറഞ്ഞ എയ്ഡ്സ് എല്ലാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു മെൻ്റൽ പിക്ചർ ഉണ്ടാക്കി റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക, കൺഫ്യൂഷൻ ആവാതെ തന്നെ അതിനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ പ്രൊജക്റ്റഡും നോൺ പ്രൊജക്റ്റഡും വരുമ്പോൾ നമ്മൾ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ സ്ലൈഡ്സ്, ഫിലിം സ്ട്രിപ്പ്, ഒപ്പേക്ക് പ്രൊജക്ഷൻ തന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്പെസിമെൻ തന്നു, അതല്ലെങ്കിൽ മോഡൽ തന്നു, ഓക്കെ, അല്ലെങ്കിൽ ഫ്ലാനൽ ഗ്രാഫ് തന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് നോക്കുമ്പോൾ എല്ലാം വിഷ്വൽ എയ്ഡ്സ് ആണ്, പക്ഷേ അതിൽ നമ്മൾ ഓഡ് വൺ ഔട്ട് എടുക്കുന്ന സമയത്ത് അതിൽ ഇപ്പോൾ ഫ്ലാനൽ ഗ്രാഫാണ് അതിൻ്റെ കൂടെ തന്നിട്ടുള്ളതുണ്ടെങ്കിൽ ആ ഫ്ലാനൽ ഗ്രാഫിന് മാത്രം അത് നോൺ പ്രൊജക്റ്റഡ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു ഐഡൻറ്റിഫൈയിങ് ആണ് ഇവിടെ കാര്യമായിട്ട് നമുക്കൊരു ചലഞ്ചിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ളൊരു സംഭവം. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയത് അവർ തരില്ലല്ലോ. മീൻസ് നമ്മൾക്ക് ഏകദേശം എല്ലാം ഒരുപോലെ തോന്നും, പക്ഷെ അതിന് എന്തോ ഒരു ചെറിയ ഫാക്ടർ, ഒരു ചെറിയ ആട്രിബ്യൂട്ട് മാത്രമേ അതിന് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കി ട്രൈ ടു സ്റ്റഡി ഇറ്റ് ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, പിന്നെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ വരുന്നത് പ്രൊജക്റ്റഡ് ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് ഉണ്ട്. ദെൻ പ്രൊജക്റ്റഡ് മീൻസ് മോഷൻ പിക്ചേഴ്സ്, വീഡിയോ, സാറ്റലൈറ്റ് TV, ടെലികോൺഫറൻസിങ്, മൾട്ടിമീഡിയ, കമ്പ്യൂട്ടർ, ടെലിവിഷനും അതിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. ടെലിവിഷൻ എന്ന് പറയുന്നതും മീൻസ് നമുക്ക് എന്താ നോൺ പ്രൊജക്റ്റഡ് ആയിട്ട് അങ്ങനെ എടുത്ത് കാണിക്കുന്ന, അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടല്ലാത്ത രീതിയിലുള്ളത് വരുന്നത് ഡ്രാമ, പപ്പറ്റ് ഷോ. നമ്മൾ ടെലിവിഷനിലൂടെ കാണിക്കുന്നുണ്ട്, പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് പറഞ്ഞത് ക്ലാസ്സിൽ നമ്മളതിനെ ലേണിങ്ങിന് ടീച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സിൽ വരുന്ന നോൺ പ്രൊജക്റ്റഡ് ആണ് ഡ്രാമ, പപ്പറ്റ് ഷോ, ഫോക്ക് സോങ്സ്, ടോക്കിംഗ് ഡോൾസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അത് നോൺ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഓഡ് വൺ ഔട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ട സമയങ്ങൾ വന്നു കഴിഞ്ഞാൽ, മീൻസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാനാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ റേഡിയോ, ടേപ്പ് റെക്കോർഡർ, പബ്ലിക് അഡ്രസ് സിസ്റ്റം, ടെലിഫോൺ എക്സെട്ര. ദെൻ വിഷ്വൽ എയ്ഡ്സ്, പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്ലൈഡ്സ്, ഫിലിം സ്ട്രിപ്പ്, ഒപ്പേക്ക് പ്രൊജക്ഷൻ, ഓവർ ഹെഡ് പ്രൊജക്ഷൻ എക്സെട്ര. ദെൻ നോൺ പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ അതിലാണ് ചോക്ക് ബോർഡ്, ബുള്ളറ്റിൻ ബോർഡ്, പിക്ചർ, ഫോട്ടോഗ്രാഫ്, ഫ്ലാനൽ ഗ്രാഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ പ്രൊജക്റ്റഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോഴാണ് അതിൽ മോഷൻ പിക്ചേഴ്സ്, വീഡിയോസ്, സാറ്റലൈറ്റ് TV, ടെലികോൺഫറൻസിങ്, മൾട്ടിമീഡിയ, കമ്പ്യൂട്ടർ എക്സെട്ര വരുന്നത്. അതുപോലെ നോൺ പ്രൊജക്റ്റഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് വരുമ്പോഴാണ് എങ്ങനെ ഡ്രാമ, പപ്പറ്റ് ഷോ, ഫോക്ക് സോങ്സ്, ടോക്കിംഗ് ഡോൾസ് എക്സെട്ര. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ഏരിയ. നൗ വി ക്യാൻ ഗോ ടു ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ്. അതായത് ഇതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ട് ഇതിൽ വരുന്നതാണ്. നൗ വാട്ട് ഈസ് ഇറ്റ്? ദാറ്റ് ഈസ്
It implies a technology which consists of electronic devices and associated human interactive materials that enable the user to employ them for a wide range of teaching learning processes in addition to personal use. ഒരു ക്ലാസ് റൂമിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ICT, അതായത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നതിന് ചെയ്യാറുണ്ട്. ഒരു എയ്ഡ് പോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് ആ സംഭവം. Information technology is a modern technology of teaching by which we can make learning more effective എന്ന് പറയാം. It enables student-centered teaching. Student-centered ആയിട്ടുള്ള ടീച്ചിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആണ്. The computing and communication facilities, അതാണല്ലോ ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് ഫീച്ചേഴ്സ് ദാറ്റ് വേരിയസ്ലി സപ്പോർട്ട് എങ്ങനെയാണ് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റേഞ്ച് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ എഡ്യൂക്കേഷനിലേക്ക് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസിനെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു യൂസ്, അത് ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ക്ലാസ് റൂമിൽ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട്. നോ എക്സാമ്പിൾസ്, വി ക്യാൻ സീ സം ഓഫ് ദി എക്സാമ്പിൾസ്. ഫോർ എക്സാമ്പിൾ, ബ്രോഡ്കാസ്റ്റ് മെറ്റീരിയൽ ഓർ CD-ROM ഒക്കെ എങ്ങനെയാണ് നമുക്ക്, ഇറ്റ് ക്യാൻ ബി യൂസ് ആസ് സോഴ്സസ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ ഹിസ്റ്ററി. നമുക്ക് ഇതെല്ലാം നമുക്ക് എന്താണ് സോഴ്സസ് ഓഫ് ഹിസ്റ്ററി മീൻസ് ഇത് നമ്മൾക്കറിയാം. പിന്നീട് നമുക്ക് കാര്യങ്ങൾ, കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ഹിസ്റ്ററിയെക്കുറിച്ചും അതുപോലെ കാര്യങ്ങളെക്കുറിച്ചും ഇൻഫർമേഷൻസ് റിട്രീവ് ചെയ്യാൻ ഇങ്ങനെ സ്റ്റോർഡ് ആയിട്ടുള്ള വലിയൊരു സോഴ്സാണത്. ദെൻ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വിത്ത് അപ്രോപ്രിയേറ്റ് കീബോർഡ്സ് ആൻഡ് അതർ ഡിവൈസസ് ടു ടീച്ച് ലിറ്ററസി ആൻഡ് റൈറ്റിംഗ്. മൈക്രോ കമ്പ്യൂട്ടേഴ്സ്. ദെൻ കീബോർഡ്സ്, എഫക്ട്സ് ആൻഡ് സീക്വൻസസ് ഇൻ മ്യൂസിക് ടീച്ചിങ്. കീബോർഡ്സ്, എഫക്ട്സ്, അതൊക്കെ കീബോർഡ്സൊക്കെ നമ്മൾ മ്യൂസിക് ടീച്ചിങ്ങിൽ യൂസ് ചെയ്യുന്നില്ലേ. പിന്നെ ഡിവൈസസ് ടു ഫെസിലിറ്റേറ്റ് കമ്മ്യൂണിക്കേഷൻ ഫോർ പീപ്പിൾസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് സ്റ്റുഡൻസിന് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പല ഡിവൈസസും ICT എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസസ് ഉണ്ട്. അത് അവരെ ഇപ്പം നമ്മൾ ചില കുട്ടികൾക്ക് ഇപ്പം അവർക്ക് ബ്ലൈൻഡ് ആയിരിക്കും, അപ്പോൾ കേൾക്കുന്നതായിരിക്കും അവർക്ക് കൂടുതൽ. അപ്പോൾ അവർ ക്ലാസ്സിൽ നടക്കുന്ന കാര്യങ്ങളും മറ്റും അവർ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലുള്ള ഈ ICT എനേബിൾഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഡിവൈസസ് അവർക്ക് കിട്ടും. അപ്പോൾ അതിലൂടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ചിലപ്പം അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രോബ്ലമുള്ള കുട്ടികളുണ്ടാവും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടാവും, അസിസ്റ്റ് ചെയ്യുന്ന ഡിവൈസസ് ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ സ്പെഷ്യൽ നീഡ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ICT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഇമെയിൽ ടു സപ്പോർട്ട് കൊളാബറേറ്റീവ് റൈറ്റിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് റിസോഴ്സ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്, മീൻസ് നമ്മൾ ഈ റിസോഴ്സൊക്കെ ഷെയർ ചെയ്യുന്നതും മറ്റും നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണല്ലോ, ഇമെയിൽ വഴിയല്ലേ. ദെൻ വീഡിയോ കോൺഫറൻസിങ് ടു സപ്പോർട്ട് ദ ടീച്ചിങ് ഓഫ് മോഡേൺ ഫോറിൻ ലാംഗ്വേജസ് ലൈക്ക് വീഡിയോ കോൺഫറൻസിങ്, ഹൗ വാട്ട് വി ആർ ഡൂയിങ് നൗ. ഓക്കെ, ദെൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് റിസർച്ച് ടു സപ്പോർട്ട് ജിയോഗ്രഫിക്കൽ എൻക്വയറി. ഇൻ്റർനെറ്റ് ബേസ്ഡ് റിസർച്ച് എല്ലാ ജോഗ്രഫിക്കൽ എൻക്വയറിക്ക് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എല്ലാ റിസർച്ച് എനേബിളിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇൻ്റർനെറ്റ്. It is dependable for everything. Then integrated learning systems to teach basic numeracy. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് സിസ്റ്റം ILS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ന്യൂമറസി പഠിപ്പിക്കാൻ വേണ്ടി ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് സിസ്റ്റംസ്. ഓക്കെ, നൗ കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി ടു എൻഹാൻസ് എക്സ്ചേഞ്ച് ആണ്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ടു എക്സ്ചേഞ്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അസസ്മെൻറ്റ് ഡാറ്റ. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസസ്മെൻറ്റ് ഡാറ്റാസൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് ഓരോ സ്ഥാപനങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനെല്ലാം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാനും ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യാനും അതിനെ മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യലും അതുപോലെ റിട്രീവ് ചെയ്യാനൊക്കെ നമുക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. നമുക്കറിയാം nowadays we are digitalizing each and every offices so that we can store all these informations and we can retrieve it whenever we want to. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തൊട്ടിട്ട് ക്ലാസ് റൂമിൽ നമ്മുടെ എന്താ പറയുക എല്ലാ രീതിയിലുള്ള കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ലെവൽസിനെയും അപ്പീൽ ചെയ്യുന്ന രീതിയിൽ ICT വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു നോട്ട് ഓൺലി ആസ് എൻ ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽ ബട്ട് ഓൾസോ എ ഗുഡ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് അത് മാനേജറിയൽ ഫങ്ഷൻസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂളാണ് ICT. ഓക്കെ, അപ്പോൾ ഇതാണ് ദാറ്റ്സ് ഓൾ അബൌട്ട് ICT and it's a very simple topic. Now we have some questions. I think we can we can see some of the questions. Okay,
Now, blackboard is a dash aid. Blackboard is a dash aid. ഏത് തരത്തിലുള്ള എയ്ഡാണ്? സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ബട്ട് കൺഫ്യൂഷൻ ആവാൻ അവിടുന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബ്ലാക്ക് ബോർഡ് ഈസ് എ ഡാഷ് എയ്ഡ്. ഓക്കെ, വിഷ്വൽ എയ്ഡ്. നൗ അപ്പോൾ വിഷ്വൽ എയ്ഡ് എന്ന് മാത്രം പറഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതി പോരാം. പക്ഷേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം അതെ പ്രൊട്ടക്റ്റഡ് ആണോ പ്രൊജക്റ്റഡ് അല്ലേ? അതെ, അപ്പോൾ അത് നമ്മൾ കൂടെ തന്നെ അങ്ങനെ തന്നെ രീതിയിൽ പഠിച്ചു പോവുക. ഓക്കെ, കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ചിലപ്പോൾ ജസ്റ്റ് വിഷ്വൽ എയ്ഡ്സ് എന്നല്ല തരുന്നുണ്ടാവുക. നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഓപ്ഷന് കൂടി തരാം. അതാ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ ആ ഒരു ഫാക്ടർ, ആ ക്വസ്റ്റ്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് തന്നെ നിങ്ങൾ ഇറ്റ്സ് ഓക്കെ നോ പ്രോബ്ലം. അപ്പം അങ്ങനെയുള്ള പഠിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിക്കുക. കാരണം എന്തായാലും ഇപ്പോൾ വിഷ്വൽ എയ്ഡാണ്, ഓഡിയോ വിഷ്വൽ എയ്ഡ് അങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തരാൻ സാധ്യത കുറവല്ലേ. തരുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. അതിൽ പ്രൊജക്റ്റഡ് ഉണ്ടാവും, നോൺ പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ് ഉണ്ടാവും, പ്രൊജക്റ്റഡ് വിഷ്വൽ എയ്ഡ് ഉണ്ടാവും, നോൺ പ്രൊജക്റ്റഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ നോൺ പ്രൊജക്റ്റഡ് ഓഡിയോ വിഷ്വൽ എയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പം എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് കൺഫ്യൂഷൻ ആകുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ടത്. നമുക്ക് മനസ്സമാധാനത്തിൽ ഇരുന്നിട്ടല്ലല്ലോ നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ അങ്ങനെ തന്നെ കാണുക, മീൻസ് അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആർ ഡിവൈഡ് ടു ഡാഷ് ടൈപ്സ്. Audio visual aids are divided into എങ്ങനെയാണ്? ഓക്കെ, അപ്പം നമ്മൾ പിന്നെ എങ്ങനെ നമ്മളിപ്പം മൊത്തത്തിൽ നമ്മൾ എയ്ഡ്സിനെ പറയുന്ന സമയത്ത് നമ്മൾ പ്രൊജക്റ്റഡ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ്, യെസ്, അങ്ങനത്തെ രീതിയിൽ കണ്ടാൽ മതി ഇതിനെ. ഓക്കെ, നമ്മൾ പറയുമ്പം ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡിയോ വിഷ്വൽ അതുപോലെ ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് പറയുമ്പോൾ 2 എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നൗ ദാറ്റ് ഈസ് പ്രൊജക്റ്റഡ് ആൻഡ് നോൺ പ്രൊജക്റ്റഡ് ടൈപ്സ് എന്നല്ലേ. ഓക്കെ, നൗ ഫിലിം ഈസ് എ ഡാഷ് എയ്ഡ്. ഫിലിം എങ്ങനത്തെ എയ്ഡാണ്? പ്രൊജക്റ്റഡ്, പ്രൊജക്റ്റഡ് ഓഡിയോ, അതെ അങ്ങനെയാണ്. അതാ ഐ വാസ് thinking it in that way. Okay, now aids that involve hearing is dash aids. Simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ ഓഡിയോ എയ്ഡ്സ്. audio. The ICT devices that help in development of spatial awareness and psychomotor control is. The ICT devices ICT device എന്നേ ഉള്ളൂ. ഓക്കെ, the ICT device that helps in development of spatial awareness and psychomotor control is. Electronic toys. Okay, electronic toys. Okay, now what is the full form of ILS? What is the full form of ILS? Integrated Learning System. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ILS എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ILS, IPL ആണോ, ILS ആണോ, ICL ആണോ, CPL ആണെന്നൊന്നും അപ്പോൾ നമുക്ക് കത്താൻ സാധ്യത. അപ്പോൾ നമ്മൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഫുൾ ഫോംസ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇൻറ്റിഗ്രേറ്റഡ് ലേണിംഗ് സിസ്റ്റംസ് which we can use to develop numeracy. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൽ. I hope that's enough.